കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വാടക വീട് കിട്ടില്ലെന്നറിഞ്ഞ് ടെൻഷനോടെ നിൽക്കുന്ന നിധിയെ സുധീഷ് തൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. വേണ്ട, താൻ വരില്ലെന്ന് നിധി പറയുമ്പോൾ അതിൻ്റെ കാരണമാണ് താൻ ചോദിച്ചതെന്ന് സുധീഷും. ഞാൻ യാത്രയൊക്കെ പറഞ്ഞു വന്നതല്ലേ, ഇനി വീണ്ടും തിരിച്ചങ്ങോട്ട്. വേണ്ട, ഞാൻ വരുന്നില്ലെന്ന് നിധി പറയുമ്പോൾ, എടോ അതൊന്നും കാര്യമാക്കാനില്ലെന്നേ, ഇയാൾ വന്നേ എന്ന് സുധീഷും അവളെ വിളിക്കുന്നുണ്ട്. വേണ്ടെന്ന് അവൾ വീണ്ടും പറയുമ്പോൾ, ശരി, താൻ വേറെന്ത് ചെയ്യാനാ പ്ലാൻ ചെയ്തിരിക്കുന്നേ എന്ന് സുധീഷും. അത് വേറെന്തെങ്കിലും നോക്കാമെന്ന് നിധി പറയുമ്പോൾ, അതാ ഞാൻ ചോദിച്ചത്. വേറെ എന്ത് നോക്കും? തിരിച്ചു ചെല്ലുമ്പോൾ സുഭാഷ് ഏട്ടൻ ചോദിക്കും. അപ്പോൾ ഞാനെന്ത് മറുപടി പറയും? അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, സുഭാഷ് ഏട്ടനോട് വരെ യാത്ര പറഞ്ഞു പോന്നതല്ലേ, ഇനി എങ്ങനെ തിരിച്ച് മുന്നിൽ ചെന്ന് നിൽക്കുമെന്ന് നിധിയും. ചേടാ, ഇതുപോലെ ചെന്നങ്ങ് നിന്നാ മതി. എടോ, താൻ ചെന്ന ആരും എന്താ വന്നേന്നൊന്നും ചോദിക്കാൻ പോകുന്നില്ല. എല്ലാവർക്കും അത് സന്തോഷമാവേയുള്ളൂ. താൻ ഇങ്ങ് വന്നേ, നമുക്ക് പോവാം. വാ നിധി എന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കുന്നുണ്ടെങ്കിലും അത് ശരിയാവില്ല, ഞാൻ പോരാനുള്ള കാരണമെല്ലാം പറഞ്ഞതാ. ഇനി വന്നാ അത് പറ്റില്ലെന്ന് നിധിയും ടെൻഷനോടെ പറയുന്നുണ്ട്. ഇയാളുടെ വീട്ടുകാരെ പോലെ ഈഗോയുള്ളവരൊന്നും അല്ല അവര്. എന്തിനാ വന്നേന്ന് അവരാരും ചോദിക്കാനും പോകുന്നില്ല. ഇയാൾ ധൈര്യമായിട്ട് വാ എന്ന് പറഞ്ഞ് അവളുടെ ബാഗ് പിടിച്ച് വലിച്ചെടുത്തോണ്ട് അവളെ നിർബന്ധിച്ച് കാറിലേക്ക് കയറ്റുന്നുണ്ട്. സുധീഷ് സന്തോഷത്തോടെ ചുളമടിച്ച് കാറിലേക്ക് കയറിന്ന് സീറ്റ് ബെൽറ്റ് ഇടുമ്പോഴേക്കും, വീട് കിട്ടാത്തതിന് കാരണം ശരിക്കും ഇയാളല്ലല്ലോ എന്ന് നിധി സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. എടോ, ഇയാൾക്ക് ഇനിയും എന്നെ സംശയമാണോ? ഒരു കാര്യം ചെയ്യാം, നാളെ തന്നെ ഒരു വീട് ഞാൻ കണ്ടുപിടിച്ച് റെഡിയാക്കി തരാം, പോരെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, വേണ്ട, ഇനി ഇയാൾ അതിന് നിൽക്കണ്ട, എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് നിധിയും. ഓക്കെ, ആദ്യം ഇയാൾ ആ ബെൽറ്റ് ഇട് എന്ന് പറഞ്ഞ് സുധീഷും തന്റെ കാർ എടുക്കുന്നുണ്ട്. കോളേജിലെ എക്സാം കഴിഞ്ഞ് ഹരീഷിന്റെ കൂടെ ബൈക്കിൽ അപ്പോഴേക്കും നികേഷ് വീട്ടിലെത്തിയിരുന്നു. അവൻ അകത്തേക്ക് കയറി സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോഴേക്കും അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്ന സുഭാഷും, എക്സാം എങ്ങനെയുണ്ടായിരുന്നടാ എന്ന് ചോദിക്കുമ്പോൾ, ഏട്ടത്തി എവിടെ എന്ന് നികേഷും. അത് മൈൻഡ് ചെയ്യാതെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറ എന്ന് സുഭാഷും. ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ, ഏട്ടത്തി എവിടെ എന്ന് നികേഷിന്റെ ചോദ്യം കേട്ട് സുഭാഷ് ഒന്നും പറയാതെ നിൽക്കുന്ന കണ്ട്, അപ്പോ ഏട്ടത്തി പോയി എന്ന് പറയുന്നത് ശരിയാണല്ലേ എന്ന് നികേഷും. പോവേ, അതൊക്കെ നിന്നോടാരാ പറഞ്ഞ് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, ഞാൻ എന്ന് ഹരീഷും. എങ്ങോട്ട് പോവാൻ? അവൾ എങ്ങോട്ടും പോയിട്ടില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ, അപ്പോൾ ചന്തു കണ്ടതോ? ബാഗും തൂക്കി സുധീഷ് ഏട്ടൻ ഏട്ടത്തിയുടെ ഒപ്പം പോണത് ചന്തു കണ്ടതാ എന്ന് ഹരീഷ് പറയുന്ന കേട്ട് സുഭാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും നികേഷ് പെട്ടെന്ന് തന്നെ നിധിയുടെ റൂമിലേക്ക് ചെന്ന് അവിടെയെല്ലാം നോക്കുന്നുണ്ട്. ടെൻഷനോടെ അവൻ തിരികെ സുഭാഷിന്റെ അടുത്തേക്ക് ചെന്ന്, ചന്തു പറഞ്ഞത് ശരിയായിട്ടാ, ഏട്ടത്തിയുടെ ഒരു സാധനവും ആ റൂമിലില്ല. എങ്ങോട്ട് പോയി? വീട്ടിലേക്ക് തിരിച്ചു പോയോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, എന്ത് പറയണമെന്നറിയാതെ, എടാ അതങ്ങനെയല്ലെന്ന് സുഭാഷും. എങ്ങനെയല്ല? രാവിലെ ഞാൻ കോളേജിലേക്ക് പോകുന്നവരെ ഒരു പ്രശ്നവും ഇല്ലാതിരുന്നതല്ലേ, ഞാൻ പോയ പിന്നെ എന്താ സംഭവിച്ചത്? ഇവിടെ വല്ല വഴക്കുണ്ടായോ, അതോ അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ എന്നൊക്കെ നികേഷ് ചോദിക്കുമ്പോ, ഹരീഷും സുഭാഷിനോടായി, സുഭാഷ് ഏട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇവിടെ എന്താ ഉണ്ടായെന്ന് സുഭാഷ് ഏട്ടൻ അറിയാം, അത് ഞങ്ങളോടും കൂടി ഒന്ന് പറ, ഞങ്ങളും അറിയട്ടെ. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതെന്താന്ന് സുഭാഷ് ഏട്ടൻ അറിയാം, അത് ഞങ്ങളോട് പറയാഞ്ഞിട്ടാ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ സുധീഷ് ഏട്ടൻ കിടക്കുന്നത് ഇവിടെ ഹാളിലാ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഒരാൾക്കും ദഹിക്കാത്തൊരു മറുപടിയും. രണ്ടുപേരും പ്രേമിച്ച വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞു, എന്നാ അതിന്റെ ഒരു ലക്ഷണവും കാണുന്നുമില്ല. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, അതറിഞ്ഞിട്ടും സുഭാഷ് ഏട്ടൻ ഒളിച്ചു വെക്കുക. അത് ശരിയല്ല സുഭാഷ് ഏട്ടാ എന്നൊക്കെ ഹരീഷ് പറയുന്നുണ്ടെങ്കിലും സുഭാഷ് ഒന്നും പറയാനാവാതെ നിൽപ്പാ. എല്ലാം കേട്ടുനിന്ന് നികേഷും, ഹരീഷേട്ടൻ പറഞ്ഞത് ശരിയാണോ? സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഏട്ടത്തി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണോ? തുറന്ന് പറ സുഭാഷ് ഏട്ടാ, ഏട്ടത്തി ഇറങ്ങിപ്പോയതാണോ? ഇനി തിരിച്ചു വരുമോ ഇല്ലയോ? എന്താ അതിന് മാത്രം പ്രശ്നമുണ്ടായത്? ചേട്ടൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ തുറന്നു പറ. എന്ത് സന്തോഷത്തോടെ രാവിലെ ഇറങ്ങിപ്പോയതാ, ഉച്ചയാവുമ്പോഴേക്കും ഇങ്ങനെയും? എന്താ നമ്മുടെ വീട് ഇങ്ങനെ എന്ന് ടെൻഷനോടെ നികേഷ് ചോദിക്കുമ്പോഴേക്കും, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ എന്ന് സുഭാഷും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാ പിന്നെ കാര്യം പറ, ഏട്ടത്തി വരുമോ ഇല്ലയോ? നികേഷ് ടെൻഷനോടെ ചോദിക്കുമ്പോ, ഞാൻ പറയാം, നീ അത് കേട്ടിട്ട് വിഷമിക്കരുത്, നമ്മുടെ സുധീഷും നിധിയും എന്ന് സുഭാഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പുറത്തുനിന്ന് കാറിന്റെ ഹോൺ കേൾക്കുന്നുണ്ട്. സുധീഷ് നിധിയെയും കൊണ്ട് അങ്ങോട്ടെത്തി കാറിന്ന് അവളുടെ ബാഗും എടുത്ത് അവളെയും വിളിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവരെ കണ്ട്, ഇത് എങ്ങോട്ടാ നിങ്ങൾ പോയത്? ഹരീഷേട്ടന്റെ കൂടെ ജോലി ചെയ്യുന്ന ചന്തു നിങ്ങൾ ബാഗ് എടുത്ത് പോകുന്നത് കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് നോക്കിയപ്പോ സുഭാഷ് ഏട്ടൻ മിണ്ടാതിരിക്കുന്നു. ആകെ ടെൻഷനായി പോയി. എങ്ങോട്ടാ ഏട്ടത്തി പോയത് എന്ന് നികേഷ് ടെൻഷനോടെ ചോദിക്കുമ്പോ സുധീഷ് ഒരു ചിരിയോടെ, അതേ, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളെങ്ങോട്ടും പോയില്ലല്ലോ, അതുകൊണ്ട് ഹണിമൂണിനൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ, അതായിരുന്നോ എന്ന് നികേഷും. പിന്നെന്താ പോവാതെ തിരിച്ചു വന്നേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, അത് ചൂട്, എന്തൊരു ചൂടാന്നേ, നല്ല ഉഷ്ണം, ഈ വേനൽക്കാലം കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങ് തിരിച്ചു വന്നു, അതാ എന്നവളുടെ ബാഗും പിടിച്ചോണ്ട് നിന്ന് സുധീഷ് പറയുമ്പോഴേക്കും,
ഇങ്ങെടുക്ക് എന്ന് പറഞ്ഞ നിധി അവളുടെ ബാഗും വാങ്ങി റൂമിലോട്ട് പോകുന്നുണ്ട്. നികേഷ് സംശയത്തോടെ, അല്ല സുഭാഷ് ഏട്ടാ, ഇവർ വരുന്നതിന് തൊട്ടു മുമ്പ് സുഭാഷ് ഏട്ടൻ എന്തോ പറയാൻ വന്നില്ലേ? ഞാൻ കേട്ടിട്ട് വിഷമിക്കുമെന്നൊക്കെ പറഞ്ഞത് അതെന്തായിരുന്നു എന്ന് നികേഷിന്റെ ചോദ്യം കേട്ട് എന്തു പറയണമെന്നറിയാതെ പരിഭ്രമത്തോടെ സുഭാഷ് നിൽക്കുമ്പോഴേക്കും സുധീഷ് ചാടിക്കയറി, എടാ അതെ, നീ കോളേജിൽ പോയതിനു ശേഷം പെട്ടെന്നല്ലേ ഞങ്ങൾ പോവാൻ തീരുമാനിച്ചത്. നിങ്ങളോട് പറയാതെ പോയത് നിങ്ങൾക്ക് ചിലപ്പോ വിഷമം ഉണ്ടായെങ്കിലോ? അതാ സുഭാഷ് ഏട്ടൻ ഉദ്ദേശിച്ചത്. നീ ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് നികേഷിനെ വിളിച്ചോണ്ട് അവിടുന്ന് പോവുകയാ. സംശയത്തോടെ ഹരീഷ് സുഭാഷിനെ നോക്കുമ്പോഴേക്കും സുഭാഷ് അടുക്കളയിലേക്ക് പോവാൻ തുടങ്ങുക. ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് ഹരീഷ് സുഭാഷിന്റെ അടുത്തേക്ക് ചെന്ന്, സുധീഷ് ഏട്ടൻ നാക്കെടുത്ത കള്ളമേ പറയൂ, പക്ഷേ ആ കള്ളനെ കഞ്ഞി വെച്ചവനാവരുത് സുഭാഷ് ഏട്ടൻ, എനിക്കതേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഹരീഷ് പോകുമ്പോഴേക്കും സുഭാഷും ആകെ ടെൻഷനോടെ അവിടെ തന്നെ നിൽപ്പാ. പിന്നീട് സുഭാഷ് അടുക്കളയിലേക്ക് ചെന്ന് ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ടെത്തി, എന്തൊരു ചൂട് എന്ന് പറഞ്ഞ് ജഗ്ഗിന്ന് വെള്ളമെടുത്ത് കുടിച്ച് അവിടെ ഇരിക്കുമ്പോഴേക്കും ഹരീഷിനോടും നികേഷിനോടും ഞാൻ ഇപ്പൊ തന്നെ എല്ലാം തുറന്നു പറഞ്ഞേനെ. എടാ, അവര് വന്ന് ചോദിക്കുമ്പോ പിന്നെ ഞാൻ എന്ത് പറയും? കറക്റ്റ് സമയത്ത് തന്നെ നീ വന്നു, ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ എല്ലാം അങ്ങ് പറഞ്ഞു പോയേനെ. വീട് കിട്ടിയെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്, പിന്നെന്താ തിരിച്ചു വന്നേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ സുധീഷൻ ചിരിയോടെ, അതേ, അതെന്തെന്ന് വെച്ചാ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നിധി അങ്ങോട്ടെത്തി, സുഭാഷ് ഏട്ടാ കുറച്ച് വെള്ളം എന്ന് പറയുന്നുണ്ട്. അവനവൾക്ക് വെള്ളം എടുത്തു കൊടുത്തോണ്ട്, എന്താ ഉണ്ടായത്, വീട് കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോ ഇന്നലെ എല്ലാം പറഞ്ഞുറപ്പിച്ച് ടോക്കൺ അഡ്വാൻസ് വരെ വാങ്ങിയതാ, ഇന്ന് തിരിച്ചു തന്നിട്ട് പറയുന്നു വീടില്ലെന്ന് എന്നവൾ പറയുമ്പോ കാരണം എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അറിയില്ലെന്നേ എന്നവൾ പറയുന്ന കേട്ട് സുഭാഷ് സംശയത്തോടെ സുധീഷിനെ നോക്കുന്നുണ്ട്. അത് കാണുന്ന അവനും, ഞാൻ കൊണ്ടുവിട്ടപ്പോഴേ എനിക്കൊരു കോൾ വന്നു, അത് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുമ്പോ പോയ പോലെ ഇതേ ആള് തിരിച്ചു വരുന്നു എന്ന് സുധീഷ് പറയുന്ന കേട്ട്, അതെങ്ങനെ അഡ്വാൻസ് വാങ്ങിയിട്ട് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവും എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. ഞാനും പോയി അത് ചോദിച്ചതാ, പക്ഷേ അയാൾ സംസാരിക്കാൻ നിൽക്കാതെ ഒറ്റ പോക്ക് എന്ന് സുധീഷ് പറയുമ്പോ, നിന്റെ കാര്യമാ മോളെ കഷ്ടം, നല്ലൊരു വീട്ടില് ജനിച്ചു വളർന്നിട്ടിപ്പോ വാടക വീട് അന്വേഷിച്ച് നടക്കണ്ടേ? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മോളെ? ഇവൻ കാരണമല്ലേ നീ ഇറങ്ങിപ്പോന്നത്? ഇവനെയും ഇവന്റെ തുണയെയും അങ്ങ് വിട്ടേക്ക്. ഞങ്ങളൊക്കെ ഇല്ലേ മോളെ, മോൾ ഇവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരനിയത്തി, അത്രയുള്ളൂ എന്ന് സുഭാഷ് പറയുന്നത് കേട്ട്, ഓ തങ്കച്ചി പാസം തുടങ്ങി, ഇയാള് ശരിക്കും തമിഴ്നാട്ടിലായിരുന്നോ എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുമ്പോ, മോളെ വീട് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം, ഞാൻ തപ്പിപ്പിടിച്ചു തരാം എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കെ, കശ്മല എന്ന് സുധീഷും മനസ്സിൽ വിളിക്കുന്നുണ്ട്. അതുവരെ മോൾക്ക് ഇവിടെ നിൽക്കാം, ഒരു ബുദ്ധിമുട്ടും ആരെ കൊണ്ടും ഉണ്ടാവില്ല. ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഇത് നിന്റെ വീടായി കരുതിക്കൊള്ളാൻ എന്നൊക്കെ സുഭാഷ് പറയുന്ന കേൾക്കെ നിധിയും ടെൻഷനോടെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നു പോവുകയാ. അവൾ പോയി കഴിയുമ്പോഴേക്കും സുഭാഷ് ചിരിയോടെ നിൽക്കുന്ന സുധീഷിന്റെ അരികിലേക്ക് എത്തി, എടാ സത്യം പറഞ്ഞു, എനിക്ക് നിന്നെ ആദ്യമേ സംശയമുണ്ടെന്ന് പറയുമ്പോ എന്ത് സംശയമെന്ന് സുധീഷും. ആ വീട് കിട്ടാതാക്കിയത് നീയല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ, എന്താ ഈട്ട ഈ പറയുന്നതെന്ന് സുധീഷും. എടാ സത്യം പറ, നീയല്ലേ ആ വീടിന് പാറ വെച്ചത് എന്ന് സുഭാഷ് വീണ്ടും ചോദിക്കുമ്പോ, ഏയ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നെ വിശ്വസിക്കുന്ന സുധീഷും. ഇല്ല, നീ തന്നെയായിരിക്കും പണി കൊടുത്തിരിക്കുന്നത്, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ എന്ന് സുഭാഷ് സംശയത്തോടെ പറയുമ്പോ ഒരു കള്ളച്ചിരിയോടെ, സുഭാഷ് ഏട്ടനെ സമ്മതിക്കണം, കറക്റ്റ് എങ്ങനെയാ കണ്ടുപിടിച്ചേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എടാ മഹാബാബി എന്ന് സുഭാഷ് ദേഷ്യത്തോടെ വിളിക്കുമ്പോഴേക്കും, അതെ ഞാൻ തന്നെയാ പാറ വെച്ചെന്ന് സുധീഷും. ഞാൻ അപ്പോഴേ വിചാരിച്ചതാ, എന്തിനാടാ അങ്ങനെ ചെയ്തത് എന്ന് സുഭാഷ് ചോദിക്കുമ്പോ, അവളെ വിടാതിരിക്കാൻ. ചേട്ടാ, അവള് പോണെന്ന് വാശി പിടിക്കുമ്പോ നമുക്ക് അങ്ങനെ വിടാൻ പറ്റുമോ? ഒരുപാട് കഷ്ടപ്പെട്ട് നുണകളൊക്കെ പറഞ്ഞുണ്ടാക്കി നടത്തിയ കല്യാണമല്ലേ, അതങ്ങ് വിട്ടുകളയാൻ എളുപ്പമാ, പക്ഷേ ഇങ്ങനെ ഒരാളെ സെറ്റാക്കാനാ പാട് എന്ന് സുധീഷ് പറയുമ്പോ, എടാ ആ കുട്ടി അറിഞ്ഞ എന്താവുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എടാ നിന്നെ കുറിച്ച് എന്താ കരുതാന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും, അല്ല എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. സുഭാഷ് ഏട്ടനായാലും നിധിയായാലും ഞാൻ നുണ പറഞ്ഞതിൽ കുറ്റം കണ്ടുപിടിക്കും, പക്ഷേ അവൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത് ഇവിടെ ആരും കാണുന്നില്ല. അവള് സന്തോഷമായിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്, അതാർക്കും മനസ്സിലാവുന്നില്ല. അവൾക്ക് വേണ്ടി ഞാൻ എത്ര തല്ല് വാങ്ങിയെന്നറിയോ? അതൊന്നും ആർക്കും ഒരു വിലയുമില്ല എന്നൊക്കെ സുധീഷ് പറയുമ്പോഴേക്കും, അതെ നോക്ക്, നീ അവളെ കടത്തിക്കൊണ്ടുവന്നത് അവളുടെ സന്തോഷത്തിന് വേണ്ടിയൊന്നുമല്ല, നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ. അടികൊണ്ടതേ അവൾക്ക് വേണ്ടിയുള്ള ത്യാഗമൊന്നുമല്ല, അത് നിന്റെ കുരുട്ടുബുദ്ധി ജയിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൂട്ടിയതാ എന്ന് സുഭാഷ് ഓർമ്മിപ്പിക്കുമ്പോ, ആയിക്കോട്ടെ, പക്ഷേ ഇപ്പൊ അവളെന്റെ ഭാര്യയല്ലേ എന്ന് സുധീഷും. അവള് നിന്നെ ഭർത്താവായിട്ട് കാണുന്നുണ്ടോ? ഇല്ലല്ലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ, അവളിപ്പോ എങ്ങനെ വേണേലും കണ്ടോട്ടെ, അവളുടെ കഴുത്തിലുള്ളതേ ഞാൻ കെട്ടിയ താലിയ. ഒരു ദിവസം അവൾ അത് മനസ്സിലാക്കി എന്നെ സ്നേഹിക്കാൻ തുടങ്ങും, നോക്കിക്കോ, അവൾ ഇനി എത്ര വീട് നോക്കിയാലും അതിനൊക്കെ ഞാൻ പാര പണിയും എന്ന് സുധീഷും. എടാ നീ ചെയ്യുന്നത് വലിയ തെറ്റല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ, അതിനെ ഞാൻ അവളെ ഒന്നിനും നിർബന്ധിക്കുന്നില്ലല്ലോ, തെറ്റായിട്ടൊന്നും നോക്കുന്നു പോലുമില്ല, അവളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള കുറെ വഴികൾ ഇങ്ങനെ നോക്കുന്നു, സ്നേഹമല്ല വെറുപ്പാണ് ചേട്ടാ തെറ്റ് എന്ന് സുധീഷ് പറയുമ്പോ, എടാ നീ ആ കുട്ടിയുമായിട്ട് നന്നായിട്ട് ജീവിക്കുന്നതിൽ എനിക്ക് എതിർപ്പോ ദേഷ്യമോ ഒന്നുമില്ല, എനിക്ക് സന്തോഷമാണത് സത്യം, പക്ഷേ ഒന്നുണ്ട്, നീ ഇപ്പൊ ചെയ്യുന്നത് അത് സ്നേഹം നിർബന്ധമായി വാങ്ങിക്കാൻ ശ്രമിക്കുക, അതിനുള്ള സിറ്റുവേഷൻ കൂടെ അവളെ ഇങ്ങനെ
കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഒരു നായ്ക്കുട്ടിയെ സ്നേഹത്തോടെ വാങ്ങി നമ്മളെ അത് തിരിച്ചു സ്നേഹിക്കാൻ അതിനെ ശീലിപ്പിക്കുന്ന പോലെ മനുഷ്യരോട് കാണിക്കാൻ പറ്റില്ല സുധീഷേ. മനുഷ്യർ തമ്മിലുള്ള പ്രേമം അത് മനസ്സിൽ നിന്നുണ്ടാവേണ്ടതാ. അത് ശീലം കൊണ്ട് സംഭവിക്കുന്നതൊന്നുമല്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുള്ളിൽ ആ സ്നേഹമുണ്ടായ അത് നല്ലതാണെന്നേ ഞാൻ കരുതൂ. നോക്ക്, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, കേട്ടല്ലോ എന്ന് പറഞ്ഞ് സുഭാഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് തിരികെ വിളിച്ച്, സുഭാഷ് ഏട്ടാ, അതെ, വളരെ ചിന്തിപ്പിക്കുന്നതും മൂല്യവത്തുമായ കാര്യങ്ങളാ സുഭാഷ് ഏട്ടൻ പറഞ്ഞത്. ഈ നാടകത്തിലും സീരിയലിലും ഒക്കെ ആണെങ്കിലേ ഇത് നല്ല കറക്റ്റ് ഡയലോഗ്സാ. പക്ഷേ ഇത് ഇതേപോലെ അവളുടെ അടുത്ത് ചെന്ന് വിളമ്പിയേക്കരുത്. ഈ മനുഷ്യന്മാരുടെ ജീവിതം സുഭാഷ് ഏട്ടൻ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, ഇന്നത്തെ ചിന്താ വിഷയത്തിൽ വായിക്കുന്നത് പോലെയുമല്ല. അതിനിത്തിരി കുതന്ത്രവും തട്ടിപ്പും അരവണിയിലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് എടുത്ത് പയറ്റി ഒരു വിധത്തിൽ ജീവിതം അങ്ങ് സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അബദ്ധത്തിൽ പോലും ഇടയ്ക്ക് കയറി എനിക്കിട്ട് പണിയരുത്, കേട്ടോ സുഭാഷ് ഏട്ടാ. സുഭാഷ് ഏട്ടൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, കാരണം എന്റെ ഉദ്ദേശം നല്ലതാ. ഞാനായിട്ട് ഒരു തെറ്റും ചെയ്യില്ല. ആ കൈ ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടന്റെ കൈ പിടിച്ചെടുത്ത് തന്റെ കൈ ചേർത്ത് വെച്ച് ഉറപ്പ് കൊടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് രാത്രിയാവുമ്പോ ഹാളിൽ എല്ലാവരും ഉറങ്ങാനായി കിടക്കുമ്പോഴാണ് അവരുടെ അച്ഛന്റെ ഉച്ചത്തിലുള്ള പാട്ട് കേൾക്കുന്നത്. ഹിന്ദിയിലുള്ള ആ പാട്ട് കേട്ട് എഴുന്നേറ്റിരുന്ന്, ഇന്ന് ഭാഷ മാറിയോ എന്ന് നികേഷ് ചോദിക്കുമ്പോ, ബ്രാൻഡ് മാറിയിട്ടുണ്ടാവും അതാ എന്ന് ഹരീഷും. പാട്ട് മാത്രമല്ല കേട്ടോ, വേദിക്കും മാറ്റമുണ്ട്, ഇനി അകത്തായിരിക്കും പെർഫോമൻസ് എന്ന് നികേഷ് പറയുമ്പോ, എന്നാ പിന്നെ ഞാൻ അടുക്കളയിന്ന് ഉമിയെടുത്ത് വായി തള്ളുമെന്ന് ഹരീഷും. ഭാസ്കരൻ അങ്ങോട്ട് വന്ന് കൊതു തൂക്കിയെടുത്തോണ്ട് പോവാൻ നോക്കുക. ഈ കൊതുകുതിരി എവിടെയേ ഇരിക്കുന്നേ എന്ന് പറഞ്ഞ് അവിടെ എല്ലാം നോക്കിക്കൊണ്ട്, കൊതുകുതിരി ഉണ്ടോടാ എന്ന് ചോദിക്കുമ്പോ, ഇല്ലെന്ന് നികേഷും. ഇല്ലേ എന്ന് ചോദിച്ച് തിരിയുമ്പോഴാണ് താഴെ പായയിൽ മൊബൈൽ നോക്കിക്കൊണ്ട് കിടക്കുന്ന സുധീഷിനെ കണ്ട്, ഇവനെന്താ ഇവിടെ വന്ന് കിടക്കുന്നേ എന്ന് ചോദിച്ച് ഒരു ചൂലെടുത്തുകൊണ്ടുവന്ന് സുധീഷിന്റെ കാലിൽ തടവുന്നത്. കാലിൽ ഇക്കിളിയായി ചിരിയോടെ, സുഭാഷ് ഏട്ടാ, മോശമല്ലേ ഇതൊക്കെ എന്ന് ചോദിച്ച് സുധീഷ് നോക്കുമ്പോഴാണ് ചൂലുമായി നിൽക്കുന്ന അച്ഛനെ അവൻ കാണുന്നത്. വിളിക്കുന്നോ, എണീക്കടാ കോട്ടരുമേ എന്നച്ഛൻ പറയുമ്പോ എണീറ്റിരുന്ന്, നിങ്ങളെന്തിനാ എന്നെ വിളിക്കുന്നേ, എന്നെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോവാണോ എന്ന് സുധീഷും. നീ എന്തിനാ ഇവിടെ കിടക്കുന്നെന്ന് അച്ഛൻ ചോദിക്കുമ്പോ, നിങ്ങളൊരു വലിയ ബംഗ്ലാവ് ഉണ്ടാക്കി AC റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇനി മുതൽ ഞാൻ അവിടെ പോയി കിടക്കാമെന്ന് സുധീഷും. എടാ, അറക്കം കൊടുക്കാനുള്ള പ്രായമായല്ലോ പോത്തെ, നിനക്ക് വേണമെങ്കിൽ നീ പോയി AC റൂം ഉണ്ടാക്കടാ, ഞാൻ എന്തിനുണ്ടാക്കണമെന്ന് അച്ഛനും. എല്ലാം കേട്ടോണ്ട് കിടക്കുന്ന സുഭാഷും, അച്ഛാ, ഉറങ്ങാൻ കിടന്നവരെ വിളിച്ചുണർത്തി എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്ന കേട്ട്, അത് തന്നെ, അല്ലാതെ പിന്നെ കുടിച്ച വയറ്റി കിടക്കണ്ടേ എന്ന് സുധീഷും. അച്ഛനപ്പോഴേക്കും സുധീഷിനോടായി, ഡാ, നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേടാ, നീയും അവളും ഭാര്യ ഭർത്താക്കന്മാരല്ലേ, എന്നിട്ടെന്തിനാ ഇവിടെ കിടക്കുന്നേ, നട തള്ളിയ അമ്പലക്കാളയാണോ നീ, ചെന്നാ മുറി കിടക്കടാ എന്നച്ഛൻ പറയുമ്പോഴേക്കും സുധീഷ് എഴുന്നേറ്റ് പോവാൻ തുടങ്ങുന്ന കണ്ട് സുഭാഷ് അവനെ പിടിച്ചിരുത്തി, അച്ഛൻ പോയി കിടക്കാൻ നോക്ക് എന്ന് പറയുമ്പോ, എന്താടാ, അവൻ നിന്റെ പോലെ ബ്രഹ്മചാരിയൊന്നുമല്ല, അവന്റെ കെട്ട് കഴിഞ്ഞു, ഇനി അവൻ അകത്ത് ആ മുറി കിടന്നാ മതി. ചേ, നാണം കെട്ട ചെറുക്കൻ, എണീക്കിടാ എന്നച്ഛൻ പറയുന്ന കേട്ട് സുധീഷ് വീണ്ടും എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് അവനെ പിടിച്ചിരുത്തുന്നുണ്ട്. അത് കണ്ട്, അച്ഛൻ പറഞ്ഞതല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്ന കേട്ട്, നീ എന്തിനാണ് അനുവാദം ചോദിക്കുന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും സുഭാഷും അവിടുന്ന് എണീക്കുന്നുണ്ട്. ഛേ, നിനക്ക് ഇത്ര നാണമില്ലേ സുഭാഷേ, അവനെ തടയാൻ, എല്ലാം എടുത്തോണ്ട് അകത്തോട്ട് പോ എന്നച്ഛൻ പറയുന്ന കേട്ട് സുധീഷ് തന്റെ പായും വിരിപ്പും തലേണുമെല്ലാം ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഭാസ്കരൻ അവനെ പറഞ്ഞയക്കുമ്പോഴേക്കും അവൻ നിധിയുടെ റൂമിന്റെ ഡോറിനടുത്ത് എത്തുന്നുണ്ട്. അച്ഛൻ ഡോറിൽ തട്ടാനായി പറയുമ്പോഴേക്കും സുധീഷ് പതിയെ ഡോറിൽ തട്ടുന്നുണ്ട്. ഷോ, വാതിലിന് വേദനിക്കും, ഉറക്കെ തട്ടടാ എന്ന് അച്ഛൻ പറയുമ്പോ അവൻ വാതിൽ തട്ടിക്കൊണ്ട് നിധി നിധി എന്ന് തട്ടി വിളിക്കുന്നുണ്ട്. ശബ്ദം കേട്ട് നിധി എഴുന്നേറ്റ് വന്ന് ഡോർ തുറക്കുമ്പോഴേക്കും മുന്നിൽ പായം പിടിച്ചു നിൽക്കുന്ന സുധീഷിനെയാണ് കാണുന്നത്. അവൾ സംശയത്തോടെ അവനെ നോക്കുന്ന കണ്ട് അച്ഛൻ പറഞ്ഞു, അകത്ത് വന്നു കിടക്കാനെന്ന് സുധീഷും. അത് കേൾക്കെ നിധിയും ആകെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും അവരുടെ അച്ഛൻ അങ്ങോട്ട് വന്ന്, നിങ്ങൾ ഭാര്യയും ഭർത്താവുമല്ലേ മോളെ, എന്നിട്ടാണോ രണ്ടുപേരും രണ്ടിടത്ത് കിടക്കുന്നേ, അല്ലെങ്കിൽ തന്നെ ഒരുത്തി ഓടിപ്പോയതിന്റെ പേരുദേശം എനിക്കുണ്ട്, ഇനി ഇവനോടി അത് വേണോ എന്ന് ചോദിച്ച് കേറിപ്പോടെ അകത്തേക്കെന്ന് അച്ഛൻ പറയുന്ന കേട്ട് സുഭാഷ് ചാടി പിടഞ്ഞെഴുന്നേറ്റ്, അച്ഛൻ പോയി കിടക്കാൻ നോക്കിയേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. നീ എന്നെ കിടത്താൻ നിൽക്കണ്ട, ആദ്യം ഇവൻ ഇവിടെ കിടക്കുന്ന അറിയട്ടെ എന്ന് അവനോടായി ഒച്ച വെച്ച് കേറിപ്പോടാ എന്ന് സുധീഷിനോടായി അച്ഛനും. അവൻ പരുങ്ങലോടെ അകത്തോട്ട് കയറുമ്പോഴേക്കും, ഷോ, നാണം, ആ കഥ ഇങ്ങോട്ട് അടയ്ക്കെന്ന് ഭാസ്കരനും. അത് കേൾക്കെ പരിഭ്രമത്തോടെ, സുധീഷേ എന്ന് സുഭാഷ് നീട്ടി വിളിക്കുന്ന കേട്ട്, നീ എന്തിനാടാ സുധീഷിനെ വിളിക്കുന്നേ, അനിയനെ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ലേ, ചുപ്പൻ, പോയി കിടക്കടാ കാട്ടുപോത്തെ എന്ന് സുഭാഷിനോടായി പറഞ്ഞ്, നീ കഥ കടക്കടാ, പോയി കിടന്നോ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വാതിൽ ചാരിക്കൊണ്ട് കുറ്റിയിടടാ എന്ന് പറയുമ്പോഴേക്കും സുധീഷ് ചാടി കയറി വാതിൽ കുറ്റിയിടുന്നുണ്ട്. സുഭാഷ് ദേഷ്യത്തോടെ, അച്ഛൻ പോയി കിടക്കാൻ നോക്കിയേ എന്ന് ദേഷ്യത്തോടെ പറയുന്ന കേട്ട്, നിനക്കെന്താടാ എന്നെ കിടത്താഞ്ഞിട്ട് ഉറക്കം വരുന്നില്ലേ എന്ന് ചോദിച്ച് അവിടെ അലസനായി നിൽക്കുന്ന കണ്ട് സുഭാഷ് അച്ഛനെയും പിടിച്ചു വലിച്ച് പുറത്തോട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോഴേക്കും, കൊതുകുതിരി എടുക്കട്ടടാ എന്ന് അച്ഛനും പറയുന്നുണ്ട്. പോയി കിടക്ക്, കൊതുകുതിരിയൊക്കെ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞ് അവൻ അച്ഛനെയും കൊണ്ട് പോകുന്നുണ്ട്. നിധിയും ആകെ ടെൻഷനോടെ കട്ടിലേക്ക് ഇരിക്കുമ്പോഴേക്കും
എടോ അത് ഈ അച്ഛൻ കാരണമാ, വേറൊരു നിവൃത്തിയും ഇല്ലാത്തോണ്ടാ, സോറി എന്ന് സുധീഷ് പറയുന്ന കേട്ട് നിധി ദേഷ്യത്തോടെ അവനെ നോക്കുന്നുണ്ട്. അതെ, ഇവിടെ ഈ ഭാഗത്ത് എവിടെയും ഒതുങ്ങിക്കിടന്നോളാം എന്ന് പറഞ്ഞവൻ തറയിലേക്ക് പാവിരിച്ച് അവിടെ സന്തോഷത്തോടെ കിടക്കുന്നുണ്ട്. ടെൻഷനോടെ കട്ടിലിരിക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.